ഉലുവ കഞ്ഞി. പച്ചരി ഉലുവയും നന്നായിട്ട് കഴുകി അടുപ്പത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ ജീരകം ഒരു 2 സ്പൂണോളം ജീരകം ഇടണം. 1.5 ഗ്ലാസ് അരിയാണ് ഞാൻ ഇട്ടത്. 2 സ്പൂൺ ജീരകം ഇട്ട് അത് നന്നായിട്ട് വേകണം. അടിക്ക് പിടിക്കാണ്ട് നോക്കണേ, ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം, അടിക്ക് പിടിച്ചു. നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ അതിനകത്തോട്ട് തേങ്ങ, ഞാനൊരു തേങ്ങയാണ് ഇട്ടത്, നല്ല മുഴുത്തൊരു തേങ്ങ. നല്ലോണം അവിടെ ഇരുന്ന് വേകണം. പിന്നെ ചെറിയ തീയിൽ വേവിക്കണം, അടിക്ക് പിടിച്ച് പോകുക. നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഇറക്കിയാൽ മതി. വേറൊരു സാധനവും വേണ്ട. ഉലുവയും പച്ചരിയും കൂടെ കഴുകി അങ്ങ് ഇടുക. അതിൻ്റെ കൂടെ ജീരകം 2 സ്പൂൺ ജീരകം ഇടുക. പിന്നെ ഉലുവ ഒരു 1/4 ഗ്ലാസ് ഉലുവയാണ് ഞാൻ എടുത്തത്. 1.5 ഗ്ലാസ് പച്ചരിക്ക് 1/4 ഗ്ലാസ് ഉലുവയാണ് ഞാൻ എടുത്തത്. അതിനകത്തോട്ട് ജീരകവും 2 സ്പൂണോളം ജീരകം ഞാൻ ഇട്ട്. പിന്നെ തേങ്ങ ഒരു തേങ്ങ, മുഴുത്ത തേങ്ങ. നല്ല ടേസ്റ്റാണ് കുടിക്കാൻ. എല്ലാവർക്കും കുടിക്കുക, കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുക. നല്ല കർക്കിടക മാസത്തിലാണ് ഉലുവാക്കഞ്ഞി സാധാരണ ഞങ്ങൾ വെക്കാറ്. കർക്കിടക മാസം എല്ലാ ദിവസവും കഴിയുന്നതും വെക്കുന്നത് നല്ലതാണ്. നടുവേദനക്കും കാലും കൈ വേദനക്കും ഒക്കെ നല്ലതാണ്. പിന്നെ പ്രായമായവർക്കൊക്കെ നല്ലതാണ്. ഉലുവ എല്ലാവർക്കും നല്ലതാണ്.